ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നല്ലതിനെ ചീത്തയായും ചീത്ത കാര്യങ്ങളെ നല്ലതായും ആഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലത് ചെയ്യുന്ന ആളുകൾ കുഴപ്പക്കാരും തിന്മ ചെയ്യുന്ന ആളുകളാകട്ടെ അവർ സമൂഹത്തിൽ മാന്യന്മാരുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മളുള്ളത്. ഇതിനെയാണ് സാധാരണ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്ന് പറയാറുള്ളത്. അതായത് സത്യാനന്തര കാലം എന്ന് പറയും. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുന്നത് തിന്മയായി ആഖ്യാനിക്കുന്ന ഒരു സാഹചര്യം, എന്നിട്ട് ആ തിന്മ ലെജിറ്റിമേറ്റ് ചെയ്യുകയും അതാണ് സമൂഹത്തിൻ്റെ മുഖമുദ്രയായി, മാനദണ്ഡമായി, മുഖ്യധാരയായി മാറേണ്ടത് എന്ന് ആഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. അതിനെയാണ് സത്യാനന്തര കാലം എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ് ഇന്ന് നമ്മൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ മുഹറം മാസം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുഹറം മാസത്തെ ഇസ്ലാം വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. അത് നന്മയാണ്, പവിത്രമാണ്, നല്ലതാണ്, കൂലിയുള്ളതാണ്. അങ്ങനെയുള്ളൊരു മാസമായിട്ടാണ് മുഹറം മാസത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ മുഹറം എന്ന് കേൾക്കുന്നതോടുകൂടി അവരുടെ മനസ്സിൽ പവിത്രതയല്ല വരുന്നത്, അവരുടെ മനസ്സിൽ നന്മയല്ല വരുന്നത്, അവരുടെ മനസ്സിൽ സന്തോഷമല്ല വരുന്നത്, അവരുടെ മനസ്സിൽ ദുഃഖമാണ് വരുന്നത്. അവരുടെ മനസ്സിൽ ഒന്നും നല്ലതൊന്നും ചെയ്യാൻ പാടില്ലാത്ത മാസം എന്നാണ് വരുന്നത്. അഥവാ നല്ലതിനെ മോശമായി കാണുന്ന ഒരു സാഹചര്യം. ഇത് പലപ്പോൾ ഈ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പൊതുവെ മുഹറം 1 പറന്നു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇനി നല്ലതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. 10-ാം തീയതി കഴിയട്ടെ, എന്ത് കാര്യം പറഞ്ഞാലും പറയും 10 കഴിയട്ടെ, മുഹറം 10 കഴിയട്ടെ. എന്തേ 10-നുള്ളിൽ ചെയ്താൽ എന്താ പ്രശ്നം? അത് ശകുനം ഉണ്ടാവും, നല്ല കാര്യമൊന്നും തുടങ്ങാൻ പറ്റില്ല. ഇപ്പം ഏതെങ്കിലും വീടിന് ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് വിളിക്കുന്ന ആശാരിമാരും ആളുകളൊക്കെ പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ, നിങ്ങളെ വിശ്വാസം അങ്ങനെയല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ നിന്നു കൊടുക്കും. പക്ഷെ കാരണം വേറെന്തെങ്കിലും പറയുന്നു മാത്രം. എന്നിട്ട് പറയുന്ന 10 കഴിഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അത് അവരുടെ ഉമ്മാൻ്റെ അല്ലെങ്കിൽ വാപ്പാൻ്റെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വകയിൽ അമ്മോൻ്റെ അവരൊക്കെ ഇപ്പോൾ അതിന് വരേണ്ടതാണ്, അവരൊക്കെ ആ വിശ്വാസക്കാരാണ്, എന്നാൽ പിന്നെ അത് പോയിക്കോട്ടെ. അങ്ങനെ വീടിന് ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണെങ്കിലും ശരി, ഇനി ഒരു ഹൗസ് വാമിങ്, വീടൊക്കെ പൂർത്തിയായി, ആ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം നിശ്ചയിക്കുകയാണെങ്കിലും ആണ് കഴിഞ്ഞോട്ടെ, ആ 10 കഴിഞ്ഞോട്ടെ. നല്ലൊരു കല്യാണം മകൾക്കോ മകനോ വന്നു, അപ്പോൾ ആ കൂടിയാലോചനക്ക് ആളുകൾ വരുന്നുണ്ട്, അതാണ് നിശ്ചയിച്ചാലോ എന്ന് ചോദിച്ചാൽ എവിടുന്നെങ്കിലും ഒരു വെടി പൊട്ടും, അതെന്നാ 10 കഴിഞ്ഞോട്ടെ. അപ്പോൾ ചില ആളുകൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് വിദേശത്തേക്ക് മടങ്ങി പോകണം, അതിന് മുമ്പായാൽ നന്നായിരുന്നു, പക്ഷെ അതാണ് കഴിയട്ടെ, ഇനി അങ്ങോട്ട് അതൊക്കെ ലംഘിച്ചുകൊണ്ട് വെച്ചാലോ എന്നാൽ അവസാനം വെച്ചുകൊണ്ട് ആ ഡേറ്റ് മാറ്റുന്ന സാഹചര്യമുണ്ട്. കാരണം വേറെ പറയാം. അതായത് എത്രമേൽ ഈ ഒരു പ്രശ്നത്തെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ വേര് പൊട്ടിച്ച് കളയാൻ ശ്രമിച്ചാലും ഇതേതെങ്കിലും രൂപത്തിൽ ഈ മുഹറം 10 വരെ ഒരു പ്രശ്നമാണ് എന്ന ഒരു വിശ്വാസം ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു ഭാഗം. ഇനി നമ്മൾ നമ്മുടെ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കാണുന്ന ഒരു സംഗതി, ഈ മുഹറം 10ൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ഷിയാക്കൾ തെരുവുകൾ കൈയടക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. അവർ മാറത്തടിച്ച് കരഞ്ഞ് അങ്ങനെയുള്ള ഒരു ആചാരത്തിൻ്റെ ദിവസമായി ഈ മുഹറം മാസത്തെ പലപ്പോഴും ഷിയാക്കളുടെ ഇടയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഹറം മാസത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്നത് എന്താണ്? അത് ഇതിന് നേരെ വിപരീതം. ഇന്ന് സമുദായത്തിലുള്ള ഈ വിശ്വാസത്തിന് നേരെ വിപരീതമാണ് ഇസ്ലാം പറയുന്നത്. അത് ശരിക്കും നമ്മൾ പഠിക്കണം. വിവരമില്ലായ്മയാണ് ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നത്. എന്താ ഇസ്ലാം പറഞ്ഞത്? അതായത് 4 മാസങ്ങളാണ് പവിത്രമായ മാസങ്ങൾ. ആ 4 മാസത്തിൽപ്പെട്ട മാസമാണേത്? മുഹറം മാസം. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ
മാസങ്ങളെ 12 എണ്ണിയിരിക്കുന്നത്. യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅതുൻ ഹുറുമുൻ. ആകാശഭൂമികൾ സൃഷ്ടിച്ച സമയത്ത് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ 12 ആകുന്നു. ആ 12 മാസങ്ങളിൽ അർബഅതുൻ ഹുറുമുൻ, 4 മാസങ്ങൾ അതിലേറ്റവും സുപ്രധാനമായ പവിത്രമായ മാസങ്ങളാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അതായത് ഏതാ 4 മാസം? ഒന്ന് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, അതുപോലെ റജബ്. ഈ 4 മാസങ്ങൾ യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണ്, പവിത്രമായ മാസമാണ്. മാത്രവുമല്ല ഹിജ്റ വർഷത്തിന്റെ ആരംഭ മാസമാണ്. അതായത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരികയും ആ ത്യാഗത്തിന്റെ തീപാറുന്ന ചിന്തകൾക്ക് മുസ്ലിം സമുദായം ഓർമ്മ പുതുക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ മുഹറം മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ മുഹറം മാസത്തിലാണ് ശരിക്കും ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നത്, 1ാമത്തെ മാസമായി ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന് പേരിട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മാസം എന്നാണ്, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ച മാസം എന്നാണ്. ഇതൊന്നും നല്ലത് ചെയ്യാൻ പറ്റൂലെങ്കിൽ അത് ചെയ്യാൻ പാടുണ്ടോ? എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ കഴിയുക എന്നത് എന്തിന്റെ ലക്ഷണം അറിയോ? തഖ്വയുടെ ലക്ഷണം. പടച്ചോനെ ആദരിച്ചു. ഏത് മാസത്തെ? മുഹറം മാസത്തെ ആദരിച്ചു. അപ്പൊ ആ മുഹറം മാസത്തെ ആദരിക്കാൻ കഴിയുക എന്നത് തഖ്വയുടെ ലക്ഷണമാണ് എന്നാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാൻ കഴിയാതെ പോവുക എന്നത് നമ്മുടെ മനസ്സിൽ തഖ്വയില്ല എന്നതിന്റെ ലക്ഷണം കൂടിയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ. ആരാണ് അള്ളാഹുവിന്റെ അതിനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? അള്ളാഹുവിന്റെ ശിആറുകളെ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ. ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ അള്ളാഹുവിന്റെ ശിആറുകളാണ്, അള്ളാഹുവിന്റെ മാസങ്ങളാണ്. അതിനെ ആരാണ് അതിനെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? അത് ഹൃദയത്തിലുള്ള തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ് എന്നാണ് ശരിക്കും മനസ്സിലാക്കുക. ഈ മുഹറം മാസത്തിനെ ആദരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് തഖ്വയുള്ളവർക്കേ കഴിയുള്ളൂ. പക്ഷെ ആദരിക്കേണ്ട മാസത്തെ അത് മോശപ്പെട്ട മാസം എന്ന് പറയാൻ ആരാ അതിന് നേരെ എതിരെ നോക്കി? അത് തഖ്വ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രവുമല്ല ഈ മാസത്തെ ആദരിക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല, അനാദരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളെ നിങ്ങൾ ഒരിക്കലും തന്നെ അനാദരിക്കുവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. മാത്രവുമല്ല യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം, ആ മുഹമ്മദിനെ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഖിതാലിൻ ഫീഹി, അതിൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, ഖുൽ ഖിതാലുൻ ഫീഹി കബീർ, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല, യുദ്ധം പോലും വിലക്കിയ മാസമാകുന്നുവെന്നാണ്. പിന്നെ അത് മോശമാണ് എന്ന് പറയൽ എന്താണ്? ശരിക്ക് മാസത്തെ ചീത്ത പറയലല്ലേ, കാലത്തെ ചീത്ത പറയലല്ലേ? എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, കാലം എന്ന് പറയുന്നത് അള്ളാഹു ആകുന്നു എന്നാണ്. അതുകൊണ്ട് മാസത്തെയും ദിവസത്തെയും വർഷത്തെയും ചീത്ത പറയുക, അത് മോശമാണെന്ന് പറയുക എന്നത് അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാകുന്നു എന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ 10 വരെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊരു ശകുനാണ്. എന്തോ കുഴപ്പം വരും, എന്തോ പ്രശ്നം വരും. ഇതാണല്ലോ ഇപ്പം ഇതിൻ്റെ കുഴപ്പം. വീടിന് കുറ്റിയടിച്ചാൽ അല്ലെങ്കിൽ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയാൽ വീട് ശരിയാവില്ല, വിവാഹം ആലോചിച്ചാൽ വിവാഹം ശരിയാവില്ല. ഇതാണല്ലോ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ അപകടം കൂടാൻ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? അത്വയറത്തു ശിർക്കുൻ, അത്വയറത്തു ശിർക്കുൻ. ശകുനം നോക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്, ശകുനം നോക്കുക എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞു. തുയറത്ത് എന്ന് പറഞ്ഞാൽ അത് തൊയ്ർ എന്നുള്ള വാക്കുന്നാണ് ഉണ്ടായത്, പക്ഷി എന്നുള്ള വാക്കുന്നാണ് ഉണ്ടായത്. അതായത് ജാഹിലിയ കാലത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരുടെ രീതി എന്താ വെച്ചാൽ, നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പക്ഷിനെ പിടിക്കും.
ആ പക്ഷിനെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വിടും. അതുകൊണ്ട് വലത്തോട്ട് പറന്നു പോയാൽ നല്ല ദിവസം, നല്ല കാര്യം ചെയ്യാം. അത് ഇടത്തോട്ടാണ് പറന്നു പോയതെങ്കിലോ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ശകുനം. അതാണ് ആ തീറത്ത് എന്നുള്ള വാക്കായി ഇത് വരാൻ കാരണം. അങ്ങനെ ഈ ദിവസങ്ങളൊക്കെ തീറത്തുള്ളതാണ്, ശകുനമുള്ളതാണ്, കുഴപ്പമാണ് എന്ന് പറയുന്നത് ശിർക്കാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും, എങ്ങനെ പിന്നെ ഇത് മുസ്ലിം സമുദായത്തിൽ ഇത്ര വേര് പിടിച്ചത്? ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം ഇത്രയും പവിത്രമാക്കപ്പെട്ടൊരു മാസത്തെ ഒരു മോശപ്പെട്ട മാസമായിട്ട് എങ്ങനെയാണ് മുസ്ലിം സമുദായം വീക്ഷിച്ചത് എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന് ചരിത്രത്തിലൊരു സംഭവം ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണമുണ്ട്. അതെന്താ വെച്ചാൽ ഹിജ്റ 61 പ്രവാചകന്റെ പേരക്കുട്ടി അഥവാ ഫാത്തിമ ബീവിയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചുകൊണ്ട് രക്തസാക്ഷിയാകുന്നത്, ഷഹീദാകുന്നത്. ആ ഷഹീദായതോടുകൂടി ആ ദിവസം എന്തായി? മുഹറം 10 ദുഃഖത്തിൻ്റെ ദിവസമായി. അതുകൊണ്ട് ഷിയാക്കൾ പറഞ്ഞതാണ് എന്ത്, ഇനി 1 മുതൽ 10 വരെ നമ്മൾ ദുഃഖാചരണമാണ്, നല്ലതൊന്നും ചെയ്യാൻ പാടില്ല, നല്ല കാര്യത്തിനൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ എവിടുന്ന് ഇതിൻ്റെ പേര് ഷിയാക്കൾ? അപ്പോൾ ഷിയാക്കൾ അതെന്തോ ഒരു കുഴപ്പമില്ലാതെ, അങ്ങനെ കുഴപ്പമുള്ള പാർട്ടിയൊന്നും അല്ലല്ലോ എന്നാണ് ചില ആൾക്കാർ വിചാരിക്കുക. എന്താ അവരെ വിശ്വാസം? അവരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിൻ്റെ പേര് കേട്ടാൽ, ആരാ ആയിഷ ബീവി? ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, നമ്മുടെ ഉമ്മത്തിൻ്റെ നേതാവാണ്, എത്രയോ ദീന് നമുക്ക് പഠിപ്പിച്ചെന്ന മഹദിയാണ് അല്ലേ? റളിയല്ലാഹു അൻഹാ എന്നാണ് നമ്മൾ പറയാ. അവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നാണ് പറയാ. പക്ഷേ ഷിയാക്കൾ എന്താ പറയാറോ? ഫാത്തിമാവിൻ്റെ പേര് കേട്ടാൽ ലഅനത്ത് ചെല്ലും. നമുക്ക് സഹിക്കും അത്? ലഅനത്ത് ചെല്ലാണെന്താ? അവരുടെ പേരിൽ ശാപമുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരെ വിശ്വാസവും മുസ്ലിങ്ങളെ വിശ്വാസവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേട്ടാൽ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും, അവർ ശാപമുണ്ടാകട്ടെ എന്നാണ് പറയാ. ഉമർ റളിയല്ലാഹുവിൻ്റെ പേര് കേട്ടാൽ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും, അവർ ലഅനത്താണ് ചെല്ലുക. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പേര് കേട്ടാൽ അവർ ലഅനത്താണ് ചെല്ലുക. അവരുടെ നേതാവ് പ്രഖ്യാപിച്ചത്, എനിക്കെങ്ങാനും സൗദി അറേബ്യയുടെ ഭരണം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഇവരുടെ ഖബർ മാന്തി അവരുടെ അസ്ഥിപഞ്ജരങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയി തള്ളുമെന്നാണ്. അത്രക്ക് ദേശീയവും വാശിയും വീറുമുള്ള സമൂഹത്തിന്റെ പേരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയല്ല സുഹൃത്തുക്കളെ. എന്താ സംഭവം എന്നറിയോ? അബ്ദുല്ലാഹിബ്നു സബീഉ എന്ന് പറയുന്ന ഒരു ജൂതൻ ഉണ്ടായിരുന്നു. ആ ജൂതൻ വേഷം മാറിയിട്ട് മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൊന്നു. എന്താ പറയുക, ഇസ്ലാമിനെ പുറത്തുനിന്ന് എതിർക്കാൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ കയറിയിട്ട് ഇസ്ലാമിന് എന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം വേഷം മാറി വന്നുകൊണ്ട് ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ് വാദിച്ചു. അപ്പോൾ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ നബിയുടെ കുടുംബത്തിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രോത്സാഹിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു എന്ത്, റസൂലുള്ളാഹിക്ക് ശേഷം പിന്നെ ഖിലാഫത്ത് പോകേണ്ടത് കുടുംബത്തിൽപ്പെട്ടവർക്കാണ്. അപ്പൊ അലി റളിയല്ലാഹുവിന് കിട്ടേണ്ട ഖിലാഫത്ത് അബൂബക്കർ തട്ടിയെടുത്തതാണ്, ഉമർ തട്ടിയെടുത്തതാണ്, ഉസ്മാൻ തട്ടിയെടുത്തതാണ്, ആയിഷ ബീവിയെ അതിനരുന്നൊന്നു കൊടുത്തതാണ്. നോക്കിങ്ങൾ, യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു ഇതിനൊന്നും സാക്ഷിയല്ല, ഇതിനൊന്നും കുറ്റക്കാരനുമല്ല. അലി റളിയല്ലാഹു അങ്ങനെ ഒരു കക്ഷി ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷെ നബിന്റെ പേരും കുടുംബത്തിന്റെ പേരും പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതാ സംഭവം. എന്നിട്ടാണ് ഷിയഅത്തു അലി, ഷിയ എന്ന് പറഞ്ഞാൽ കക്ഷി എന്നർത്ഥം, അലിയുടെ കക്ഷി എന്ന് പറഞ്ഞ ഒരു കൂട്ടർ രംഗത്തിറങ്ങി. അപ്പൊ മുസ്ലിം സമുദായം വിചാരിച്ചു എന്ത്, നബിന്റെ പോരിശയാണല്ലോ പറയുന്നത്, അലിന്റെ പോരിശയാണല്ലോ പറയുന്നത്, അപ്പൊ ഇവർ മുസ്ലിങ്ങളെന്ന് കരുതി. അങ്ങനെയാണ് അവർ മുസ്ലിങ്ങളുടെ ഉള്ളിൽ കയറി ഈ വിശ്വാസം കൊണ്ടുവന്നത്. അവരാണ് ഖബറാരാധന കൊണ്ടുവന്നത്, അവരാണ് നഹ്സ് കൊണ്ടുവന്നത്, അവരാണ് ശകുനം കൊണ്ടുവന്നത്, അവരാണ് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസം ശകുനത്തിന്റെ ദിവസമാണ്, ഒന്നും നല്ലത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുവന്നത്. അതിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് അവർ മാറത്തടിച്ചുകൊണ്ട് രക്തം പൊട്ടിച്ച് ഇസ്ലാമില്ലാത്ത ആചാരം കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ കൃത്യമായി ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്റെ മിൻഹാജുസ് സുന്നയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? സ്വാറ ശൈത്വാനു ബിസബബി ഖത്ലിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യുഹ്ദിസു ലിന്നാസി ബിദ്അതൈൻ. ശൈത്താന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ബിദ്അത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കി. ബിദ്അത്തുൽ ഹുസ്നി വൽ ബുകായി വൽ അവീൽ ഫി യൗമി ആശൂറ.
ഈ ആശൂറ ദിവസം മുഹറം 10 ദിവസം ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും ദിവസമായിട്ട് അവർ കൊണ്ടുവന്നു. കാലഘട്ടത്തിലെ ബിദ്അത്തിൽപ്പെട്ടതാണത്. യഹൂദികളും നസാറാക്കളോടും സാദൃശ്യമുള്ളതാണത്. വിലാപ ദിനമാക്കി മാറ്റുന്ന അവരുടെ ചര്യയ്ക്ക് അനുകൂലമാകുന്നു അത്. ഒരിക്കലും മുസ്ലിങ്ങളുടെ ചര്യയല്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിലൊരു കാര്യം ഉണ്ട് എന്നും ഇല്ല എന്നും തീരുമാനിക്കേണ്ട കടമായിരിക്കാം. അതിൻ്റെ ഉത്തരവാദി ആരാ, അതിൻ്റെ അതോറിറ്റി ആരാ? ഒന്ന് ഖുർആനാണ്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഈ സംഭവം ഉണ്ടാകുന്നതെന്നാ ഹിജ്റ 61-ലാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഹിജ്റ 61 വരെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 61 കൊല്ലം ഈ മുഹറം മാസത്തിൻ്റെ ഈ 1 മുതൽ 10 വരെ ഒരു പ്രശ്നമില്ല. 61 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സംഭവം നടന്നപ്പോഴാണ് ഇവർ ഇത് കൊണ്ടുവന്നത്. പിന്നെ എങ്ങനെ ഇസ്ലാമിൽ എങ്ങനെ പുതിയൊരു ആചാരം ഉണ്ടാകുക 61 കൊല്ലം കഴിഞ്ഞിട്ട്? ഇത് ഇവർ കയറ്റി കൊണ്ടുവന്നതാണ്. എന്താ ഞാൻ മനസ്സിലാക്കുന്നത്? അവിടെ സുഹൃത്തുക്കൾ ആ വേരാണ് പറിച്ചു കളഞ്ഞത്. ഈ മുഹറം 1 മുതൽ 10 വരെ ഒന്നും അനങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ചിന്ത വേരോടുകൂടിയാണ് പൊഴുതു കളയുക. അത് നല്ലത് ചെയ്യാനുള്ള ദിവസമാണ്, നന്മ ചെയ്യാനുള്ള ദിവസമാണ്. ആ വിശ്വാസം കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ പോകുന്നതിനോടൊപ്പം ഒഴുകുന്നതിനോടൊപ്പം പോവുക എന്നുള്ള രീതിയല്ല ഒരു വിശ്വാസിക്ക് വേണ്ടത്. ശരിയായി തൗഹീദുള്ള മൻഹജുള്ള വിശ്വാസമുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറം മാസം പവിത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു, നന്മ ചെയ്യാനുള്ള മാസമാണെന്നും പറഞ്ഞു. എന്താണ് ഇതിൽ ചെയ്യേണ്ട നന്മ? അതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നു. ഫലമ്മ ഖദിമൽ മദീന അലൈഹി സ്വലാത്തു വസ്സലാം വജദൽ യഹൂദ യസ്മുനഹു. അപ്പോൾ മദീനത്ത് വന്നപ്പോൾ അവിടെയുള്ള ജൂതന്മാരായ ആളുകൾ നോമ്പ് നിൽക്കണമുണ്ട്. അപ്പോൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫസഅലഹും അൻ ദാലിക്. അവരോട് ചോദിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, എന്താ നിങ്ങൾ നോമ്പ് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഈ നോമ്പ് നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നഹു യൗമുൻ നജ്ജല്ലാഹു ഫീഹി മൂസ വഖൗമുഹു വഅഹ്ലക ഫിർഔന വഖൗമുഹു. ഈ ദിവസമാണ് മൂസാ നബി ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ട ദിവസം. മൂസാ നബി ഫിർഔൻ്റെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണിത്. അതുകൊണ്ട് ഞങ്ങൾ മൂസൻ്റെ ആൾക്കാർ, അങ്ങനെയാണ് ജൂതന്മാർ പറയാം, യഹൂദികൾ പറയാം. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? നോമ്പ് വിൽക്കുന്നത്. ഫസാമ ശുക്രൻ ലില്ലാഹ് വനഹ്നു നസൂമുഹു. അതിന് നന്ദി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് വിൽക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു. എന്താ നിങ്ങൾക്ക് അറിയണ ഒരു കാര്യം? നഹ്നു, നമ്മളാണ് അഹഖു വഔലാ ബിമൂസാ മിൻകും. നിങ്ങളെക്കാൾ മൂസാ നബിയുമായി യഥാർത്ഥ ബന്ധമുള്ളത് നമുക്കാകുന്നു. അതുകൊണ്ട് ഫസ്വാമഹു വഅമറ ബിസിയാമിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നോമ്പ് നോൽക്കുകയും ചെയ്തു. വഅമറ ബിസിയാമിഹി, ആ മുഅ്മിനീങ്ങളോട് നോമ്പ് നോൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം കൂടിയാണ് എന്ത്? മുഹറം 10 എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രവാചക കാലം മുതലുള്ള ചര്യ എന്താണെന്ന് ചോദിച്ചാൽ, മുഹറം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് കടന്നു വന്ന ആ ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ സ്മരണീയമായിട്ടുള്ളത്. പിന്നീട് മറ്റുള്ള ധാരണകളൊക്കെ ആര് കൊണ്ടുവന്നതാണ്? ഷിയാക്കൾ കൊണ്ടുവന്നതാണ് എന്ന കാര്യത്തെ കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പിന്നെ പറഞ്ഞു, എന്താ അറിയോ, ഈ ജൂതന്മാരോട് സാമ്യപ്പെടാൻ പാടില്ല. കാരണം അവർ നോമ്പ് വിൽക്കണേ, നമ്മൾ നോമ്പ് വിൽക്കണം. അവരോട് സാമ്യത ഇല്ലാതിരിക്കാൻ എന്ത് വേണം? അടുത്ത വർഷം 9 കൂടി നോൽക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ 9 കൂടി നോൽക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷമായപ്പോഴേക്കും എന്ത് ചെയ്തു? വഫാത്തായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി മാത്രമല്ല സുന്നത്ത്, വാക്ക് സുന്നത്താണ്, ഖൗല് സുന്നത്താണ്, മൗനാനുവാദം സുന്നത്താണ്, പ്രവർത്തികൾ സുന്നത്താണ്. പ്രവാചകന്റെ വാക്ക് ഈ വിഷയത്തിലുണ്ട്. എന്താ വാക്ക്? അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ 9 കൂടി നോൽക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം 9, 10 എന്ത് ചെയ്യണം?
നമ്മൾ നോൽക്കണം. അത് സുന്നത്ത് നോമ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ സുന്നത്ത് നോമ്പ് കൃത്യമായി ഈ 9ഉം 10ഉം നോൽക്കുക എന്നുള്ളത്. അതിൻ്റെ പുണ്യം പറഞ്ഞത് എന്താ അറിയോ? അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഹുവ ആശൂറ. ഈ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പ് എന്നാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യം അതിനുണ്ട്. മാത്രമല്ല വസിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫറ സനതല്ലതി ഖബല. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ കരുത്തുള്ള നോമ്പാകുന്നു മുഹറത്തിൻ്റെ നോമ്പ് എന്നാണ്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ മനുഷ്യന്മാർ പാപങ്ങളാണ്. എത്ര തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അള്ള എത്ര സ്നേഹമുള്ളതാന്ന് നോക്കി ആലോചിച്ചു നിങ്ങൾ. അതുകൊണ്ടാണ് ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്? സുന്നത്ത് നോമ്പ്. ഇപ്പം നാളെ നമ്മൾ അറഫാ നോമ്പ് നോറ്റു. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തിരുന്ന പറഞ്ഞത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തുടച്ച് മിനിക്കാൻ വേണ്ടി അള്ള മുന്നോട്ട് വെച്ച് തരുന്ന ഒരു സമ്മാനമാണ് ഈ സുന്നത്ത് നോമ്പുകൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ആ നോമ്പ് 9ഉം 10ഉം എല്ലാവരും നോൽക്കാൻ വിഷയിക്കും. ഒരു നോമ്പാണ് നോറ്റാ നോമ്പിന്റെ പുണ്യം എന്താ? മൻസ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. നോക്കി നിങ്ങൾ, 70 വാര അപ്പുറം നരകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു അകറ്റുന്നതാണ് ഒരു നോമ്പുണ്ട്. അപ്പോൾ 2 നോമ്പ് വെച്ച് എത്ര ഉണ്ടാവും? നരകത്തിൽ നിന്ന് മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തുന്ന നോമ്പ് എന്ന് പറയുന്നത്. നരകം നമുക്ക് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയാത്ത തീയാണ്. അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് സുഹൃത്തുക്കളെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കാരണമൊന്നും പറഞ്ഞതൊന്നും ഒഴിവാക്കാതിരിക്കുക. അടുത്തൊരു മുഹറത്തിന് നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ നോമ്പ് നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് ഹിജറ വർഷം ആരംഭിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അഥവാ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷം ആരംഭിക്കുക. അഥവാ നമുക്കൊക്കെ ഒരു വയസ്സ് കൂടി ആയി, അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ അറബി മാസമാണ് ശരിക്കും നോക്കേണ്ടത് വിശ്വാസികൾ. നമ്മളെ നാട്ടിൽ നമ്മളെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇംഗ്ലീഷ് കലണ്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ ഇബാദത്ത് മുഴുവൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറബി മാസം നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിന് വയസ്സ് ഓരോന്നോരോന്ന് പിന്നീട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ശരിയായ മുഹാജിറുകളാകണം. ശരിയായ മുഹാജിർ. ആരാ മുഹാജിർ? വൽ മുഹാജിറു മൻ ഹാജറ മാ നഹല്ലാഹു അൻ. അള്ളാഹു വിരോധിച്ചത് വെടിയുന്നവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. മറ്റൊന്ന് അള്ളാഹ്ക്ക് വേണ്ടി മക്ക എന്ന ഭൂമി വിട്ട് വെടിഞ്ഞ് മദീനത്തേക്ക് വന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണെന്ത്? തിന്മ വെടിഞ്ഞ് നന്മയിലേക്ക് വരിക, അത് ശരിയായ മുഹാജിറാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പ്രായമാകും തോറും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. കൂടുതൽ ദിക്റുകളും ദുആകളും പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കുക. അപ്പം നമ്മളെ നാട്ടിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 2 തലയും പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 തല എന്ന് പറഞ്ഞാൽ കൗമാരക്കാരും പുതിയ തലമുറയും. അവർ ഒരു വിവേകവും ചിന്തയൊന്നും ഇല്ലാത്ത ആളുകളായത് വിവാഹം കുടുംബജീവിതത്തൊക്കെ കടക്കാത്തത് കൊണ്ട് അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ ആ കാലൊക്കെ കഴിഞ്ഞ് ഒരവസാന കാലത്തുമ്പോൾ ഉത്തരവാദിത്തങ്ങളെ കൊണ്ട് ഒഴിയുകയാണ്. റിട്ടയർമെൻ്റായി, അല്ലെങ്കിൽ വേറെ കുട്ടികളെയൊക്കെ കെട്ടിച്ചു, പേരക്കുട്ടികളൊക്കെ കെട്ടിച്ചു, എല്ലാ ഉത്തരവാദിത്വം ഒഴിഞ്ഞു. പിന്നെ പഴയ ആ ഒരു കൗമാരക്കാര അവസ്ഥയിലേക്ക് ഇന്ന് പ്രായമുള്ളവരും പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അതിന് ഇൻ്റർനെറ്റും ഈ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും വലിയൊരു അനുകൂല ഘടകമായി വർത്തിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഇഷ്ടം പോലെ ഒഴിവ് സമയമാണ്. അപ്പോൾ ആ ഒഴിവ് സമയം എന്ത് ചെയ്യും? ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കും. എന്താ ഒരുപാട് തമാശകൾ, പൊട്ടിച്ചിരിക്കുന്ന സംഗതികൾ. ഈ തമാശകൾ കൂടുതൽ കണ്ടാൽ തന്നെ മനുഷ്യൻ്റെ മനസ്സെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടഞ്ഞു പോകുമെന്നാണ്. പിന്നെ അതിൽ ഓരോ റീലിങ്ങനെ നീക്കുമ്പോൾ എല്ലാതും മനുഷ്യന്മാർക്ക് കാണാൻ പറ്റിയതാവില്ല. അങ്ങനെ പിന്നെ ഓരോന്ന് എന്ത് ചെയ്യും? എല്ലാ വൃത്തിയോടും കാണുന്ന അവസ്ഥയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പോവില്ല. പിന്നെ എപ്പോൾ നോക്കിയാലും ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ മുതിർന്ന ആളുകൾ പോലും ഈ ഫോണിന് അടിമയായി, അതേപോലെ ജീവിതത്തിൻ്റെ 2 അറ്റങ്ങളും ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ നടക്കുക. എപ്പോഴാണ് നമ്മൾ മരിക്കുക നമുക്ക് പറയാൻ കഴിയില്ല. ആ മരിക്കണതിന് മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഈ ഒരു സന്ദർഭം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്നെന്താണെന്ന് ചോദിച്ചാൽ, ആയുസ്സിനെ കുറിച്ച് ഓർക്കണതിന് പകരം പലപ്പോഴും നമുക്ക് ജ്വരമാണ്, എല്ലാം ജ്വരമായി മാറിക്കൊണ്ടിരിക്കും. കളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമൊന്നുമല്ല. ശരീരം കൊണ്ടും മനസ്സും ഇളകുക എന്നുള്ളതും ഒരു ഉന്മേഷം ഉണ്ടാകാനുള്ള കളികളിൽ ഏർപ്പെടുക, വിനോദത്തിൽ ഏർപ്പെടുക എന്നുള്ളതൊന്നും ഇസ്ലാമിൽ വിരോധിച്ച കാര്യമല്ല. പക്ഷേ അതിങ്ങോട്ട് അതിര് കവിഞ്ഞു പോയി, അത് പിന്നെ 24 മണിക്കൂർ അത് മാത്രമായി മാറുന്നൊരവസ്ഥ.
ഇപ്പോൾ ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ നാട് മുഴുവൻ ഉയർന്നിരിക്കുന്ന ഫ്ലക്സ് നോക്കി നിങ്ങൾ, ആ ഫ്ലക്സിൻ്റെ വിലയൊന്നിട്ട് നോക്കി നിങ്ങൾ. അപ്പോൾ പറയും നിങ്ങൾ ദീനീ പ്രവർത്തനത്തിനും സമ്മേളനത്തിനും ഫ്ലക്സ് വെക്കണില്ലേ? നേരെ തിരിച്ച് അതിനെന്താണ് മറുപടി? അങ്ങനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെ പേരിലും തൂർത്തു പാടില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങളാണ് അതിന് പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി. അതിന് കാശ് പിരിക്കുമ്പോൾ ആർക്കും ഒരു പ്രയാസമില്ലല്ലോ, അത് കൊണ്ടുപോയി വെക്കാൻ പ്രയാസമില്ലല്ലോ, അല്ലേ? അപ്പം നമ്മളെ പ്രയോറിറ്റി പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നും ഭ്രാന്താകാൻ പാടില്ല. കളിയാവാം, പക്ഷെ കളിൻ്റെ ഭ്രാന്ത് പാടില്ല, ജ്വരം പാടില്ല. നമ്മൾ വെറും അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹും വസീനത്തുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ് കമസലു ഗൈസിൻ അഅജബൽ കുഫാറു നബാതു. ആയത്തിന്റെ ശക്തി നോക്കൂ നിങ്ങൾ. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ലഅബുൻ കളിയാണ്, വലഹുൻ വിനോദമാണ്, വസീനത്തുൻ ഭംഗി കൂട്ടലാണ്. ലഅബും വലഹും വസീനത്തും വതഫാഖുറും ബൈനകും, പരസ്പരം പെരുമ നടിക്കലാണ്. ഞങ്ങള് ആ 10 മീറ്ററിൻ്റെ വെച്ചാൽ ഞങ്ങൾ 20 മീറ്ററിൻ്റെ നോക്കും, അല്ലേ? അതിന് എത്ര കാശായാലും വേണ്ടില്ല, ലക്ഷങ്ങളായാലും വേണ്ടില്ല, പരസ്പരം പെരുമ നടിക്കലാണ്. എന്നാൽ ഇതേതുപോലെയാണ് കൃഷിയിടങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ കർഷകൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? കൃഷി ഇങ്ങനെ കാണുന്നു, അത്ഭുതപ്പെടുന്നു. പക്ഷെ എന്നും അതുണ്ടാവില്ല, അത് ഉണങ്ങി വാരി അവസാനം വൈക്കോലായി പോകും. അതേപോലെ ഈ ജീവിതം ഇങ്ങനെ പോയിട്ട് അവസാനം എന്ത് ചെയ്യും? ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകുക നമ്മളെ ദീന ഉണ്ടാവും. അതുകൊണ്ട് ഒന്നിലും നമ്മൾ അമിതത്വം കാണിക്കാൻ പാടില്ല. നമ്മളെ സ്റ്റാൻഡ് വിട്ട് പെരുമാറുന്നൊരവസ്ഥ വിശ്വാസികൾക്ക് പാടില്ല. ഇതിൻ്റെ പേരിൽ പണം തൂർത്ത് ചെയ്യരുത്, വീരാരാധനയും ഉണ്ടാകരുത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ രീതി. അല്ലാതെ ഏതെങ്കിലും കളിക്കാരൻ മുടിവെട്ടിയമാതിരി മുടിവെട്ടുക, അയാളെ ദേഹത്തിന് പച്ച കുത്തിക്കണമെങ്കിൽ നമ്മൾ പച്ച കുത്തുക, എന്നിട്ട് പറയലെന്നെ എൻ്റെ ആരാധകൻ എന്നാ പറയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കാൻ ആരേ പറ്റുള്ളൂ? അള്ളാഹ്നല്ലേ പറ്റുള്ളൂ, അല്ലേ? അതായത് നിസ്കരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലായിടത്തും ഒരു വിഗ്രഹവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കളിച്ചാലും പ്രശ്നം, കളി കണ്ടാലും കുഴപ്പം, അതൊന്നും ഇവിടെ ആരും പറയണില്ല. അതിര് വിടരുത് എന്നാണ് പറയുന്നത്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. സുബഹി നഷ്ടപ്പെടാൻ പാടില്ല. അത് രാത്രി കണ്ടുപോയിട്ട് കിടന്നുറങ്ങി പോകാൻ പാടില്ല, അല്ലേ? ഇന്ന് സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറഞ്ഞാൽ വരാനായിരിക്കും കഴിയില്ല. ഇത് രാത്രി 12 മണിക്ക് 2 മണിക്കാണ് അലാറം വെച്ച് കൊണ്ട് പോയി കാണില്ലേ? അപ്പോൾ എന്താ വിഷയം? പ്രയോറിറ്റി മാറും. ദുനിയാവുമ മാത്രമായി ചുറ്റിത്തരിങ്ങുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എപ്പോഴാണ് അറ്റാക്ക് ഉണ്ടായി ഇവിടുന്ന് പോകുക എന്ന് പറയാൻ പറ്റില്ല. ആ ആർപ്പിൻ്റെ ഇടയിൽ നിന്ന് എത്ര കളിക്കാർ കളിക്കളത്തിൽ നിന്ന് അവരെ മയ്യത്ത് കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? എത്ര ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ കുഴഞ്ഞു വീണിട്ടുണ്ട്. നമ്മളൊക്കെ ക്ഷീണ പണി എപ്പോഴാണ് നമുക്ക് നിർത്തിയേക്കെന്ന് പറയാൻ കഴിയില്ല. അത് മരിച്ചു പോകുമ്പോൾ പരിക്കില്ലാത്ത ജീവിതമായിരിക്കണം നമ്മൾക്കുണ്ടാകും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.